എവ്രിവൺ, വെൽക്കം ടു ദിശ ആർമി എക്സാംസ്. അപ്പോൾ ഡിഫൻസിലേക്ക് ഒരു ഓഫീസ് ജോബ് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, കൂടാതെ നിങ്ങൾക്ക് ഡിഗ്രി കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നു കഴിഞ്ഞു, CDS കമ്പൈൻഡ് ഡിഫൻസ് സർവീസ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ്, ആ നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ആദ്യം തന്നെ എന്താണ് CDS? ഞാൻ പറഞ്ഞ പോലെ കമ്പൈൻഡ് ഡിഫൻസ് സർവീസിന്റെ ഫസ്റ്റ് എക്സാം ആണ് 2026 അതിന്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ഓക്കെ, ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് UPSC ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു നാഷണൽ ലെവലിലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, നല്ല പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോബ്സ് ഓഫർ ചെയ്യുന്ന ഒരു എക്സാം ആണ്. അപ്പൊ ഓക്കെ, ഇതിന്റെ ഫസ്റ്റ് ഡേറ്റ് ഇപ്പൊ വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി ലാസ്റ്റ് ഡേറ്റ് 30th December വരെയാണ് ഉള്ളത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ ഡേറ്റ് ഓൾറെഡി വന്നതാണ്, 30th December, അതായത് കുറച്ച് ടൈം മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു എലിജിബിലിറ്റി ഉള്ള എല്ലാവരും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി എക്സാം ഡേറ്റ് നിങ്ങൾക്ക് അറിയാലോ, ഓൾറെഡി വരും 12th April 2026 എക്സാം കണ്ടക്ട് ചെയ്യുക. അതിന്റെ ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് 12th April 2026. ഓക്കെ, ഇനി എക്സാമിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞുവെങ്കിലും UPSC ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതൊരു നാഷണൽ ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള. ഓക്കെ, ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ മോഡ് എന്ന് പറയുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. ഇതാണ് വെബ്സൈറ്റ് upsconline.nic.in. ഈ ഒരു വെബ്സൈറ്റിലാണ് NDAയുടെ നിങ്ങൾക്ക് ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി 13 December വൈകിട്ട് 6 മണി, ഞാൻ പറഞ്ഞ പോലെ വൈകുന്നേരം 6 മണി 30th December വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ടൈം ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഓഫീസേഴ്സ് പോസ്റ്റ് ആണ് കേട്ടോ, എല്ലാം ഓഫീസേഴ്സ് പോസ്റ്റ് ആണ്. ആർമിഡ് ഫോഴ്സസിലെ നേവി, എയർഫോഴ്സ്, ആർമി ഇതിലേക്കുള്ള ഓഫീസർ പോസ്റ്റിലേക്കുള്ള ജോബ് റിക്രൂട്ട്മെന്റ് നടത്തുന്ന എക്സാം ആണ് ഇത്. ഓക്കെ, ഇനി എന്തൊക്കെ കോഴ്സസ് ആണ് ഈ ഒരു എക്സാം വഴി അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ്. ആദ്യത്തേത് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി, IMA യിലാണ്, അത് ഡെറാഡൂണിലാണ്. അവിടെ 100 വേക്കൻസീസ് ആണ് ഉള്ളത്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ നേവൽ അക്കാഡമി INA, അത് ഏഴിമല കേരളയിലാണ്, 26 വേക്കൻസീസ് ആണ് ഉള്ളത്. ഇനി എയർഫോഴ്സ് അക്കാഡമി AFA, അത് ഹൈദരാബാദിലാണ്, 32 വേക്കൻസീസ് ആണ് അതിനുള്ളത്. ഇനി ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി OTA, അത് മെന്നിന് ചെന്നൈയിലാണ് ഉള്ളത്, അല്ലെങ്കിൽ SSC NT. ഇനി അടുത്തത് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി, അത് വിമൺ ആണെങ്കിൽ ചെന്നൈയിൽ തന്നെയാണ്, 18 വേക്കൻസീസ് ആണ് ഉള്ളത്. ഇവിടെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി മെൻ ആണെങ്കിൽ 275 വേക്കൻസീസ് ആണ്. അങ്ങനെ ടോട്ടൽ 451 വേക്കൻസീസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഓക്കെ, നാഷണാലിറ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അത് ബൈ ബർത്തോ ഡിസെന്റോ രജിസ്ട്രേഷനോ ഒക്കെ ആയിട്ട് നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റും. അതുപോലെ തന്നെ സബ്ജക്ട് ഓഫ് നേപ്പാൾ ആണെങ്കിൽ, നേപ്പാളി സബ്ജക്ട് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അടുത്തതായിട്ട് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഓക്കെ, അതിപ്പം പാകിസ്ഥാൻ, ബർമ, ശ്രീലങ്ക ഇവിടെ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഇൻഡിവിജ്വൽസ്, അവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി എലിജിബിലിറ്റി ആണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. അതുപോലെ തന്നെ ഏജ് റിക്വയർമെന്റും ബർത്ത് റേഞ്ചും ഒക്കെയാണ് നോക്കുന്നത്. അപ്പൊ ആദ്യത്തേത് IMA ഏജ് റിക്രൂട്ട്മെന്റ് 19 to 24 ഇയേഴ്സ് ആണ്. 19 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. മാരിറ്റൽ സ്റ്റാറ്റസ് അൺമാരീഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. ബർത്ത് റേഞ്ച്, അതായത് 2003 January 2 മുന്നേ ജനിച്ചവരായിരിക്കരുത്. അതുപോലെ തന്നെ January 2008 ശേഷം ജനിച്ചവരും ആയിരിക്കരുത്. ഓക്കെ, ഇതാണ് ബർത്ത് ഇയർ റേഞ്ച് അതിൽ വരുന്നത്. അടുത്തത് INA ഏജ് റിക്വയർമെന്റും സെയിം ആണ്, 19 to 24 ഇയേഴ്സ് ആണ്, അൺമാരീഡ് ആണ്. അതും 2nd January 2023 മുന്നേ ജനിച്ചവരും ആയിരിക്കരുത്. 2nd January 2003 മുന്നേ ജനിച്ചവരും ആയിരിക്കരുത്. January 1, 2008 ശേഷം ജനിച്ചവരും ആയിരിക്കരുത്. ഇനി അടുത്തത് AFA. AFA 20 മുതൽ 24 ഇയേഴ്സ് വരെ പ്രായമുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ബിലോ 25 ആയിട്ടുള്ള അൺമാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. ഇനി അതും 2nd January 2003 മുന്നേ ജനിച്ചവരും ആയിരിക്കരുത്. അതുപോലെ 2007 ശേഷം ജനിച്ചവരും ആയിരിക്കരുത്. ഇനി AFA ആണ്, അതിന് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഹോൾഡേഴ്സ് ആയിട്ടുള്ളതാണ്. 20 to 26 ഇയേഴ്സ് ആണ്, 26 ഇയേഴ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും.
ബിലോ 25 ആയിട്ടുള്ളവർ അൺമാരീഡ് ആയിട്ടുള്ളവരായിരിക്കരുത്. അതുപോലെ തന്നെ ഇവിടെയും സെയിം ആണ്. 2nd January 2001 മുന്നേ ജനിച്ചവരുമായിരിക്കരുത്. ഇവിടെ 1 ആണ് കേട്ടോ. 1 മുന്നേ ജനിച്ചവരും ആയിരിക്കരുത്. അതുപോലെ January 1st 2007 ശേഷം ജനിച്ചവരും ആയിരിക്കരുത്. ഇനി ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിൽ മെൻ ആണെങ്കിൽ 19 to 25 ഇയേഴ്സ് ആണ്, അൺമാരീഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ബർത്ത് റേഞ്ച് 2nd January 2002 മുന്നേ ആയിരിക്കരുത്. അതുപോലെ 1st January 2008 ശേഷവും ആയിരിക്കരുത്. ഇനി ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി വിമൺ ആണെങ്കിൽ 19 to 25 ഇയേഴ്സ് ആയിരിക്കണം ഏജ് റേഞ്ച് വരുന്നത്. അതുപോലെ തന്നെ അൺമാരീഡ് ആയിട്ടുള്ളവർക്ക്, വിഡോ ആയിട്ടുള്ളവർക്ക്, അതുപോലെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവർക്ക്, ഇത്രയും പേർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഈ ബർത്ത് റേഞ്ച് 2nd January 2002, 1st January to 2008. ഓക്കെ, ഇതാണ് ബർത്ത് റേഞ്ച് വരുന്നത്. അതായത് 2002 January 2 മുന്നേയും ജനിക്കാൻ പാടില്ല. അതുപോലെ തന്നെ 1st January 2008 ശേഷം ജനിച്ചവരും ആയിരിക്കരുത്. ഓക്കെ, ഇനി സ്പെഷ്യൽ ആയിട്ട് വുമൺ കാൻഡിഡേറ്റ്സിനുള്ള ഒരു നോട്ടാണ്. വുമൺ കാൻഡിഡേറ്റ്സ് ഓഫ് OTA മസ്റ്റ് ബി അൺമാരീഡ് ആയിരിക്കണം. അതുപോലെ ചൈൽഡ്ലെസ് വിഡോസ് ആണെങ്കിൽ ചൈൽഡ്ലെസ്, കുട്ടികളില്ലാത്ത വിഡോസിനും അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള വിമണിനുമാണ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. ഓക്കെ, ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ NDA വെച്ച് നോക്കുവാണെങ്കിൽ NDAയിൽ 12th പാസ് മതി. പക്ഷെ ഇവിടെ ബാച്ചിലേഴ്സ് ഡിഗ്രി നിങ്ങൾക്ക് വേണം. അത് ഏതിലൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ആദ്യത്തേത് IMAക്കും OTA-ക്കും ആണ്. അത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എ റിക്കഗ്നൈസ്ഡ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഓർ ഇക്വാലന്റ് ക്വാളിഫിക്കേഷൻ രജിസ്റ്റേർഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പം ബാച്ചിലേഴ്സ് ഡിഗ്രി അത് ഏതിലെങ്കിലും ഒരു റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് IMA OTA-ക്ക് വേണ്ടത്. അതുപോലെ തന്നെ ഇന്ത്യൻ നേവൽ അക്കാഡമി, ഇതില് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആണ് അവർ കമ്പൽസറി ആയിട്ട് പറയുന്നത്. അപ്പൊ എഞ്ചിനീയറിംഗിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫൈനൽ ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തതായിട്ട് എയർഫോഴ്സ് അക്കാഡമി AFA ആണെങ്കിൽ അവിടെ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് ഫിസിക്സോ മാത്സോ അറ്റ് പ്ലസ് ടു ലെവലിൽ ഫിസിക്സോ മാത്സോ പഠിച്ച അല്ലെങ്കിൽ സയൻസ് സ്ട്രീം പഠിച്ച ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്കും, അല്ലെങ്കിൽ ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കും ഈ ഒരു CPL ഹോൾഡേഴ്സ്, കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഹോൾഡേഴ്സിനും മസ്റ്റ് പോസസ് സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ. ഓക്കെ, അപ്പം ഈ ഒരു ക്വാളിഫിക്കേഷൻ കൂടാതെ CPL കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതാണ് എയർഫോഴ്സ് അക്കാഡമിയിൽ. അടുത്തത് സ്പെഷ്യൽ പ്രൊഫഷൻസ് ആണ്. ഫൈനൽ ഇയർ സ്റ്റുഡൻസ് മേ അപ്ലൈ വിത്ത് പ്രൊഫഷണൽ ഡിഗ്രി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ലാസ്റ്റ് ഇയർ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം വിത്ത് എ പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. അടുത്തത് NCC സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് വിത്ത് 3 years പ്ലസ് സീനിയർ ഡിവിഷൻ സർവീസ്. അപ്പം 3 ഇയറിൽ കൂടുതൽ സീനിയർ ഡിവിഷൻ സർവീസ് ഉള്ള NCC സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിനും മസ്റ്റ് രജിസ്റ്റർ സെപ്പറേറ്റ്ലി ത്രൂ ഡെസിഗ്നേറ്റഡ് ചാനൽസ്. അപ്പൊ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചാനൽസ് വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഓൾ ഡിഗ്രീസ് മസ്റ്റ് ബി ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിക്കഗ്നൈസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പം ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റിക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്കാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്തത് ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്. അപ്പം ഇതിലൊക്കെ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യമാണല്ലേ ഫിസിക്കലും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹൈറ്റ് ആൻഡ് വെയിറ്റ്, അതൊരു BMI കറക്റ്റ് ആയിരിക്കണം. കറക്റ്റ് പ്രൊപ്പോർഷൻ ഉള്ള ഹൈറ്റും വെയിറ്റും ആസ് റിക്വയർഡ് ബൈ ദ ആർമഡ് ഫോഴ്സസ് സ്റ്റാൻഡേർഡ്സ് ആണ്. സ്പെസിഫിക് റിക്വയർമെന്റ്സ് വേരി ബൈ അക്കാഡമി ആൻഡ് സർവീസ്. അപ്പം എന്താ പറയാ, സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ചിലപ്പോൾ ഇപ്പൊ എയർഫോഴ്സിനൊക്കെ വേണ്ടിയിട്ട് വരില്ല. അത് അക്കാഡമി സർവീസും വെച്ച് ചെറുതായിട്ട് വേരി ചെയ്യും. അടുത്തത് വിഷൻ സ്റ്റാൻഡേർഡ്സ് ആണ്. ഗുഡ് വിഷൻ കറക്റ്റഡ് ടു റിക്വയർഡ് സ്റ്റാൻഡേർഡ്സ്, നോ കളർ ബ്ലൈൻഡ്നസ് ഫോർ മോസ്റ്റ് കോഴ്സസ്. അപ്പം ഗുഡ് വിഷൻ ആയിരിക്കണം, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അതുപോലെ തന്നെ കളർ ബ്ലൈൻഡ്നസ് ഉണ്ടാവാൻ പാടില്ല. അടുത്തത് മെഡിക്കൽ ഫിറ്റ്നസ് ആണ്. നോ കാർഡിയാക് പൾമിനറി ഓർ അബ്ഡോമിനൽ അബ്നോർമാലിറ്റീസ്. അപ്പം കാർഡിയാക്കോ പൾമിനറി അബ്ഡോമിനൽ ആയിട്ടുള്ള എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ നോ മസ്കുലോ സ്കെലറ്റൽ ഓർ സ്പൈനൽ ഡിഫോമിറ്റീസ്. അപ്പൊ സ്കെലറ്റൽ സിസ്റ്റത്തിലൊന്നും എന്തെങ്കിലും ഡിഫോമിറ്റീസോ അങ്ങനൊന്നും കാണാൻ പാടില്ല. അതുപോലെ തന്നെ നോ ഹിയറിംഗ് ഇമ്പയർമെന്റ്. അപ്പൊ ഹിയറിങ്ങിനൊന്നും പ്രശ്നം ഉണ്ടാവാനും പാടില്ല. അപ്പൊ ഇതൊക്കെയാണ്, ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ എക്സാമിനേഷൻ പാറ്റേൺ ആണ്. അത് ഏതിനൊക്കെയാണെന്ന് ചോദിച്ചാൽ IMAക്കും INAക്കും AFAക്കും. അപ്പൊ ഇതിന് മൂന്നിനും വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻ പാറ്റേൺ ആണ് നോക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് കോഡ് 11 ആണ്. ഓക്കെ, അതിന്റെ ഡ്യൂറേഷൻ 2 hours ആണ്, 100 മാർക്സ്. അപ്പൊ ഇംഗ്ലീഷിന് 2 മണിക്കൂറിൽ 100 മാർക്സ് ആണ് സ്കോർ ചെയ്യേണ്ടത്. ഓക്കെ,
ഇനി ജനറൽ നോളജ് ആണെങ്കിൽ അത് കോഡ് 12 ആണ്, ഡ്യൂറേഷൻ 2 hours, അതിനും 100 മാർക്സ് ആണ് വരുന്നത്. ഇനി എലമെന്ററി മാത്തമാറ്റിക്സ് കോഡ് 13 ആണ്, ഡ്യൂറേഷൻ 2 hours, അതും 100 മാർക്സിനാണ്. അങ്ങനെ ടോട്ടൽ 6 hours 300 മാർക്സ്. അപ്പം 6 മണിക്കൂറിൽ 300 മാർക്സ് ആണ് നിങ്ങളുടെ ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അടുത്തത് എക്സാമിന് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് മാത്രമേ ലാംഗ്വേജ് മീഡിയം ആയിട്ടുള്ളൂ. ഓക്കെ. ഇനി ജനറൽ നോളജ് ആൻഡ് മാത്തമാറ്റിക്സ് ബൈലിംഗ്വൽ, ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ഇനി ജനറൽ നോളജും അതുപോലെ മാത്തമാറ്റിക്സും ആണെങ്കിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും നിങ്ങൾക്ക് പറ്റും. ഓക്കെ. ഇനി അടുത്തത് എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് OTA ആണ്. അടുത്ത നോക്കാൻ പോകുന്നത് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയുടെ എക്സാമിനേഷൻ പാറ്റേൺ ആണ്. അതിൽ പേപ്പർ 1 ഇംഗ്ലീഷ് ആണ്, കോഡ് 11, ഡ്യൂറേഷൻ 2 hours ആണ്, മാക്സിമം മാർക്ക് 100. അത് ലാംഗ്വേജ് ഇംഗ്ലീഷ്, പിന്നെ ഇംഗ്ലീഷിലല്ലേ. ഓക്കെ. ഇനി അടുത്തത് പേപ്പർ 2 ജനറൽ നോളജ് ആണ്. ജനറൽ നോളജിൽ കോഡ് 12, ഡ്യൂറേഷൻ 2 hours ആണ്, മാക്സിമം മാർക്സ് 100 മാർക്സ് ആണ്. ലാംഗ്വേജ് ബൈലിംഗ്വൽ ആണ്, ഇംഗ്ലീഷും ഹിന്ദിയിലും നിങ്ങൾക്ക് പറ്റും. അങ്ങനെ ടോട്ടൽ 200 മാർക്സ് ആണ്. ഇപ്പൊ ഇംഗ്ലീഷിനും ജനറൽ നോളജിനും കൂടെ 200 മാർക്സ്. ടോട്ടൽ 4 hours ആണ് 2 പേപ്പർ. ഓക്കെ. 2 പേപ്പർ 4 hours 200 മാർക്സ്. ഓക്കെ. ഇനി അടുത്തതായിട്ട് എക്സാമിന്റെ സ്കീം എങ്ങനെയാണെന്നാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, വിത്ത് 4 ഓപ്ഷൻസ് ആണ്. സെലക്ട് ദ സിംഗിൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ഓക്കെ. അങ്ങനെയാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നെഗറ്റീവ് മാർക്കിംഗ്, നിങ്ങളുടെ ഓരോ ഇൻകറക്റ്റ് ആയിട്ടുള്ള ആൻസറിനും -1/3 മാർക്സ് ആണ് ഡിഡക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതാണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. പിന്നെ OMR ഷീറ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ബോൾ പെൻ ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. പിന്നെ കാൽക്കുലേറ്റേഴ്സ് ഒന്നും പാടില്ല. സിംഗിൾ ആൻസർ സെലക്ഷൻ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും അവർ തരുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പം ഇത്രയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കേണ്ട കാര്യം. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറെ കൂടെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ചാൻസ് മിസ്സാക്കാതെ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 30th December വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്യുക. താങ്ക് യു.